അപ്പൻഡിസൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടേഴ്സ് ടോക്കിംഗിൽ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് മോഹൻ സ്കിൻ ആൻഡ് ഗ്യാസ്ട്രോ കെയറിലെ ഗ്യാസ്ട്രോളജിസ്റ്റ് ഡോക്ടർ അനുഷ് മോഹനാണ്. ഡോക്ടർ വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, അപ്പൻഡിസൈറ്റിസ് എന്ന രോഗം എന്ന് പറയുന്നത് വളരെ പെയിൻ വരുന്ന ഒരു രോഗമാണ്. ബെല്ലി ബട്ടൺ പെയിൻ വരുന്നു, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു രോഗമാണ്. എന്താണ് ഈ അപ്പൻഡിസൈറ്റിസ്? അതായത് ചെറുകുടൽ, നമ്മളെ വയറിൽ ചെറുകുടലുണ്ട്, വൻകുടലുണ്ട്. ചെറുകുടലും വൻകുടലും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗത്തായിട്ട് ഒരു വിരൽ പോലത്തെ ഒരു അവയവമുണ്ട്, ചെറിയൊരു അവയവം. അത് നോർമലി വേറെ ഫംഗ്ഷൻ ഇല്ല, പക്ഷെ അത് മുമ്പത്തെ ഒരു ആൻസിസ്റ്റേഴ്സിനൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നതൊക്കെ വിശ്വസിക്കപ്പെടുന്നു. പക്ഷെ ഇപ്പൊ അതിന് വേറെ ഫംഗ്ഷൻ ഇല്ല, ചെറിയൊരു ലിംഫ് നോഡ് മാത്രമുള്ള ഒരു അവയവമാണ്. അപ്പൊ ഈ ഒരു അവയവം ചില ആൾക്കാർക്ക് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. ഈ അപ്പൻഡിസൈറ്റിസ് വരുന്നത് അതിന് പ്രത്യേകിച്ച് റീസൺ, അത് ഉണ്ടാക്കുന്ന കാരണങ്ങളായിട്ടൊന്നും അറിയുന്നില്ല. പക്ഷെ അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു കല്ല് വരുമ്പോഴോ ഒക്കെയാണ് ഈ അപ്പൻഡിക്സ് കയറി ഇൻഫെക്ഷൻ ആയിട്ട് അപ്പൻഡിക്സ് പഴുക്കാനുള്ള സാധ്യതകൾ. ഇതിനാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ആ ഒരു അവയവം രോഗമാണ് അപ്പൻഡിസൈറ്റിസ്. ഇത് വരുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? മെയിൻ ആയിട്ട് ആദ്യം പറഞ്ഞ പോലെ ബെല്ലി ബട്ടൺ പെയിൻ ആണ് ആദ്യം വരിക. പക്ഷെ പൊക്കിളിന്റെ ആ ഭാഗത്ത് വേദന വരും. പക്ഷെ പതുക്കെ പതുക്കെ അത് മൈഗ്രേറ്റ് ചെയ്ത് അത് മാറിയിട്ട് വയറിന്റെ അടിഭാഗത്ത് വലതുവശത്തോട്ട് നീങ്ങുന്നതായിട്ട് കാണും. അപ്പൊ ആ ഭാഗത്ത് വേദന വരുന്നത് ടിപ്പിക്കലി അപ്പൻഡിക്സിന് ഇൻഫെക്ഷൻ തന്നെയാണ്. അതിന് ആ ഒരു പോയിന്റിനെ മെക്ബർണീസ് പോയിന്റ് എന്ന് പറയും. അതായത് പൊക്കിളിന്റെയും നിന്ന് താഴോട്ട് വലത്തോട്ട് നീങ്ങിയുള്ള പോയിന്റ് ഉണ്ട്, മെക്ബർണീസ് പോയിന്റ്. അവിടെ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഫെക്ഷൻ പെയിൻ ഉണ്ടാക്കുന്നത് കൂടാതെ ഫീവറും പനിയും പിന്നെ വോമിറ്റിങ്ങും ഉണ്ടാക്കും. ഇത് കൂടുതലായിട്ടും ഒരു 3 മാസം പ്രായമുള്ള കുട്ടികൾ തൊട്ടേ ഇത് വളരെ കോമൺ ആണ്. അപ്പൊ കുട്ടികൾക്കാണ് ഇത് വളരെ കോമൺ. എന്നിരുന്നാലും 3 മാസം പ്രായം തൊട്ട് ഒരു 16-18 വയസ്സ് വരെ കാണാൻ വളരെയധികം സാധ്യത ഉണ്ടെങ്കിലും എല്ലാ ഏജ് ഗ്രൂപ്പും, അതായത് ഒരു 90s വരെ ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്സ്? എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്? നമ്മള് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലും വരാം, അല്ലെങ്കിൽ ഒരു മൈൽഡ് സ്റ്റേജിലും അപ്പൻഡിക്സ് ഇൻഫെക്ഷൻ വരാം. അപ്പൊ മൈൽഡ് ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യം ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കാം, ഒരുവിധം കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്തിട്ട് അപ്പോഴല്ലെങ്കിൽ പിന്നീടായാലും എന്തായാലും അപ്പൻഡിക്സ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പൻഡിക്സ് തീർച്ചയായിട്ടും നീക്കം ചെയ്യണം എന്നാണ് സയൻസ് പറയുന്നത്. അതായത് ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന അവയവം ഇൻഫെക്ഷൻ ഒരിക്കലായി കഴിഞ്ഞാൽ അത് 2ാമതോ 3ാമതോ ഒക്കെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും അത് അടുത്ത അറ്റാക്കിൽ ചിലപ്പോൾ എത്രത്തോളം സിവിയർ ആയിരിക്കും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഒരിക്കൽ അപ്പൻഡിക്സ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അപ്പൻഡിക്സ് സർജറി ചെയ്ത് തന്നെ നീക്കം ചെയ്യണം. അത് അപ്പോൾ തന്നെ ചെയ്യണോ അതോ കുറച്ച് കഴിഞ്ഞ് ചെയ്താൽ മതി എന്നുള്ള അപ്പോഴത്തെ ഈ ഓരോ ഫാമിലിക്ക് അതിന്റെ സൗകര്യം നോക്കണമല്ലോ. ആ സൗകര്യം നോക്കിയിട്ട് അപ്പൊ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 6 വീക്സ് കഴിഞ്ഞ് തീർച്ചയായും ചെയ്യണം. ചെയ്യാത്ത പക്ഷം ഇത് ചിലപ്പോൾ ഇൻഫെക്ഷൻ വളരെ സിവിയർ ആയിട്ട് വരാം. ചില കുട്ടികൾക്ക് വരുമ്പോൾ തന്നെ വളരെ ക്രിട്ടിക്കൽ ആയിരിക്കും, പഴുത്ത് പൊട്ടി വയറിനകത്തൊക്കെ പഴുപ്പൊക്കെ ആയി. ഈ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഓവറിയുടെ യൂട്രസിന് ചുറ്റിനുമൊക്കെ വളരെയധികം പഴുപ്പൊക്കെ സ്പ്രെഡായി ബാധിച്ച് ഫ്യൂച്ചറിൽ ഇൻഫെർട്ടിലിറ്റി, അതായത് കുട്ടികൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ട് വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഈ അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള റിസ്കുകളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അപ്പൻഡിക്സ് അങ്ങ് ഒരു പൂന്നുള്ളി കളയും പോലെ വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് കീ ഹോൾ സർജറി ചെയ്ത് അതങ്ങ് എടുത്ത് കളയുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും അഡ്വൈസബിൾ. കീ ഹോൾ സർജറി തന്നെയാണോ നല്ലത്, അതോ ഓപ്പൺ സർജറി ആണോ? എങ്ങനെയാണ് പേഷ്യന്റിനെ ബേസ് ചെയ്തായിരിക്കും ആ ഒരു സർജറീസ് ഒക്കെ പോകുന്നത്? ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയുന്നത് കീ ഹോൾ സർജറി തന്നെയാണ്. ഇപ്പോഴത്തെ നമ്മളെ ഒരുപാട് അഡ്വാൻസ് ഗാഡ്ജറ്റ്സും ഒരു ഹൈ റെസല്യൂഷൻ ക്യാമറയും മോണിറ്ററും ഒക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു സ്റ്റേജിലാണെങ്കിലും നല്ലൊരു ശതമാനം, ഒരു 97% ആൾക്കാർക്ക് നമുക്ക് കീ ഹോൾ സർജറിയിലൂടെ കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡോക്ടർ, ഇപ്പൊ ഈ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന രോഗം വരുന്ന അപ്പൻഡിക്സ് എന്ന് പറയുന്ന ആ ഒരു അവയവത്തിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ അവയവത്തിന്റെ ആ ഏരിയയിൽ വരുന്ന സ്റ്റോണിനെയും അല്ലെങ്കിൽ ആ ഇൻഫെക്ഷനെ മാത്രമാണോ നീക്കം ചെയ്യുന്നത്, അതോ ആ അവയവം മൊത്തത്തിൽ നീക്കം ചെയ്യുകയാണോ ചെയ്യാറ്? അവയവം എന്ന് പറഞ്ഞാൽ ഒരു വിരൽ പോലത്തെ ഒരു അവയവമാണ്. അതിന്റെ ബേസ് ഭാഗത്ത്, അതിന്റെ വിരൽ ഈ ഭാഗത്തായിട്ട് അപ്പൻഡിക്സിന് ആ ഭാഗത്തായിട്ട് 2 കെട്ട് ഇട്ടിട്ട് കംപ്ലീറ്റ് അപ്പൻഡിക്സ് അങ്ങ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വളരെയധികം ബാധിച്ചിട്ടുണ്ടെങ്കിൽ വൻകുടലിൽ നിന്നാണ് ഇത് വരുന്നത്. വൻകുടലിന് ഡാമേജ് വരും എന്നുള്ള സംശയം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പഴുപ്പ് മാത്രം ക്ലിയർ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അത് അപ്പോഴത്തെ സ്റ്റേജ് നോക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റേജ് സർജറി ഫ്യൂച്ചറിൽ വേണ്ടി വന്നേക്കാം. അപ്പൊ ഈ ഒരു അവയവം മാറ്റുന്നത് കൊണ്ട് പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു കൺസേൺ വേണ്ട, അങ്ങനെ ഒരു കൺസേൺ ഇല്ല. അത് റിമൂവ് ചെയ്തുകൊണ്ട് വേറെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വരത്തില്ല. ഡോക്ടർ, ഇപ്പൊ
ഏജ്ഡ് ആയ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസറിലേക്കോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും രോഗങ്ങളിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ടോ? ക്യാൻസറിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ ഒരു 50 വയസ്സിന് മേളില് അപ്പൻഡിക്സ് ഇൻഫെക്ഷനായി പഴുത്ത് പൊട്ടി വരുമ്പോൾ അതിന്റെ വേര് ഭാഗത്ത് ഒരു ഗ്രോത്ത് വന്നിട്ട് അപ്പൻഡിക്സൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ അപ്പൻഡിക്സിന്റെ ബയോപ്സി നമ്മൾ വിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അത് പോസിറ്റീവായിട്ട് ക്യാൻസറിന്റെ അംശം കാണിക്കാനുള്ള പല പല ടൈപ്പ് ക്യാൻസർ ഉണ്ട്. അഡിനോ കാർസിനോമ എന്ന് പറയും, മ്യൂസിനസ് ടൈപ്പ് ഓഫ് കാർസിനോമ എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ അപ്പൻഡിക്സിന്റെ ബയോപ്സി ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്യാൻസർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ചുള്ള അടുത്ത സ്റ്റെപ്പ് ട്രീറ്റ്മെന്റ്, അതായത് വൻകുടലിന്റെ ഒരു ഭാഗം കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ അഡീഷണൽ കീമോതെറാപ്പി കൊടുക്കേണ്ടി വരികയോ ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ വരാം. അതുകൊണ്ട് അപ്പൻഡിക്സ് ഏത് സമയത്തായാലും നമ്മൾ അതിനെ വളരെ സിമ്പിൾ ആയിട്ട് നോക്കി കാണാതെ നമ്മളത് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഈ ഒരു വയറുവേദന ചിലപ്പോൾ നിസ്സാരമായി കാണാം, എന്തെങ്കിലും മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ കുറഞ്ഞ് നിസ്സാരമായി കാണുന്ന പല രോഗികളും ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് അഡ്വൈസ് ആയിരിക്കും ഡോക്ടറിന് കൊടുക്കാൻ പറ്റുന്നത്? എങ്ങനെയായിരിക്കും ഇത് നമ്മുടെ അപ്പൻഡിസൈറ്റിസ് ആണ്, ഈ രോഗമാണ് എന്ന് കണ്ടുപിടിക്കുന്നതും എങ്ങനെയായിരിക്കും? അത് തീർച്ചയായിട്ടും ഒരു സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. മീൻസ് നമുക്ക് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ശതമാനം ഡോക്ടേഴ്സിനും ഐഡിയ കിട്ടും, അതായത് അപ്പൻഡിക്സ് പ്രോബ്ലം തന്നെയാണ്. അത് കൺഫേം ചെയ്യുന്നത് ഒരു സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ അല്ലെങ്കിൽ CT സ്കാൻ വേണ്ടി വരും. ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിസ്സാരമായിട്ട് കൊണ്ടു നടന്നാൽ അത് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ, അതായത് വയറിനകത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പഴുപ്പൊക്കെ പൊട്ടി മറ്റ് അവയവങ്ങളിട്ട് സ്പ്രെഡ് ആകുമെന്ന് മാത്രമല്ല, ഇത് ബ്ലഡ് കയറി കഴിഞ്ഞാൽ ലിവർ, ഹാർട്ട്, കിഡ്നി അങ്ങനെയുള്ള ഓർഗൻസിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് റീനൽ ഫെയിലിയറിലേക്ക്, കിഡ്നിയുടെ ഫെയിലിയറിലേക്ക് പോകാനും ബ്രെയിൻ നമ്മളെ മറ്റ് ഓർഗൻസിൽ ലങ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ശ്വാസതടസ്സം വരാനും വെന്റിലേറ്ററിൽ പോകാനും ഡയാലിസിസിൽ പോകാനും ഒക്കെ വളരെയധികം ഒരു മേജർ റീസൺ ഇത് മതി. സെപ്സിസ് എന്നൊക്കെ പറഞ്ഞ സെപ്സിസ് മോഡ്സ് എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ പോകാനായിട്ട് നമുക്ക് അധികം സമയം വേണ്ട. അപ്പൊ അതുകൊണ്ട് അപ്പൻഡിക്സ് പറയുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകാൻ നമുക്ക് പനി തരാനാണെങ്കിൽ അപ്പൻഡിക്സൈറ്റിസ് തന്നെ മതിയല്ലേ? ഓക്കെ ഡോക്ടർ, അപ്പോൾ അപ്പൻഡിസൈറ്റിസ് എന്ന രോഗത്തിനെ കുറിച്ചും അത് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അത് ദൂരീകരിച്ച് തന്നതിൽ വളരെയധികം നന്ദി. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും എത്താം. നമസ്കാരം.